Hi students. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പൈപ്പ്ലൈൻ ഹസാർഡ്സിന്റെ ലാസ്റ്റ് വൺ കൺട്രോൾ ഹസാർഡ്സ് ആണ്. സോ നമ്മൾ ബേസിക്സ് പറയുമ്പോൾ തന്നെ കണ്ടിട്ടുള്ളതാണ് കൺട്രോൾ ഹസാർഡ്സ്. നമ്മുടെ പ്രോഗ്രാമിനകത്ത് ബ്രാഞ്ചിങ് കേസസ് വരുമ്പോഴാണ് നമുക്ക് കൺട്രോൾ ഹസാർഡ്സ് ഉണ്ടാവുന്നത്. കൺട്രോൾ ഹസാർഡ്സിനെ നമുക്ക് ബ്രാഞ്ച് ഹസാർഡ്സ് എന്നും കൂടെ പറയാം. ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കോസ് എന്ന് പറയുന്നത് നമ്മുടെ പ്രോഗ്രാമിനകത്ത് വരുന്ന ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻസ്. ഓക്കെ, ഏതൊക്കെയാണ് നമ്മുടെ പ്രോഗ്രാമില് ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത്? നമ്മൾ ഒരു പ്രോഗ്രാം ഹൈ ലെവൽ ലാംഗ്വേജിൽ പ്രോഗ്രാം ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഫോർ വൈൽ അതുപോലെയുള്ള ലൂപ്സ് വരുമ്പോഴാണ് ബ്രാഞ്ചിങ് സിറ്റുവേഷൻ വരുന്നത്. അതുപോലെ ഈഫ് എൽസ് കേസ്, സ്വിച്ച് കേസ് സ്റ്റേറ്റ്മെന്റ്, അതുപോലെ അൺകണ്ടീഷണൽ ആയിട്ടുള്ള ജംപ് സ്റ്റേറ്റ്മെന്റ്, അതിന്റെ കൂടെ തന്നെ ഇന്ററപ്റ്റ് വരുന്ന കേസിലും നമുക്ക് എന്ത് വരാൻ ചാൻസ് ഉണ്ട്, കൺട്രോൾ ഹസാർഡ്സ് ഉണ്ടാവാം. ഓക്കെ, ഇതൊക്കെ നമ്മുടെ ഇങ്ങനെയുള്ള ബ്രാഞ്ചിങ് സ്റ്റേറ്റ്മെന്റ്സ് പ്രോഗ്രാമിനകത്ത് വരുമ്പോൾ നമ്മുടെ നോർമൽ സീക്വൻഷ്യൽ എക്സിക്യൂഷൻ ഓഫ് ഇൻസ്ട്രക്ഷൻസിനെ നമുക്ക് ബ്രേക്ക് ചെയ്യേണ്ടി വരും. ദെൻ സീക്വൻഷ്യൽ എക്സിക്യൂഷനെ ബ്രേക്ക് ചെയ്തിട്ട് നമ്മൾ വേറൊരു ലൊക്കേഷനിലോട്ട് ജമ്പ് ചെയ്യുന്ന കേസാണ് വരുന്നത്. അങ്ങനെ ചെയ്യേണ്ടി വരുമ്പോഴാണ് കൺട്രോൾ ഹസാർഡ്സ് ഉണ്ടാവുന്നത്. ഓക്കെ, നമുക്ക് ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കാം. അതിനു മുന്നേ, control hazards occur when the decision to execute an instruction and is based on the result of another instruction. ഓക്കെ അല്ലേ? നമുക്കറിയാം കൺട്രോൾ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ടാർഗറ്റ് നെക്സ്റ്റ് എക്സിക്യൂട്ട് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷന്റെ അഡ്രസ്, അതായത് ടാർഗറ്റ് അഡ്രസ് എവിടെയാണെന്ന് മനസ്സിലാവുന്നത്. സോ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ ആണെങ്കിൽ തൊട്ടടുത്ത ഇൻസ്ട്രക്ഷനെ നമുക്ക് പെട്ടെന്ന് ഫെച്ച് ചെയ്യാൻ പറ്റത്തില്ല, നെക്സ്റ്റ് ക്ലോക്ക് സൈക്കിളിൽ തന്നെ ഫെച്ച് ചെയ്യാൻ പറ്റത്തില്ല. ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് ബ്രാഞ്ച് ടാർഗറ്റ് അഡ്രസ് ജനറേറ്റ് ചെയ്തതിനു ശേഷം മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ബ്രാഞ്ച് ടാർഗറ്റ് ലൊക്കേഷനുള്ള ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്ത് കൊണ്ടുവന്ന് നമുക്ക് അതിന്റെ സ്റ്റേജസ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഡിലേ വരാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, സോ നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ കൺട്രോൾ ഹസാർഡ്സിന്റെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇൻട്രൊഡ്യൂസ് സ്റ്റാൾ. എത്ര വരെ നമ്മൾ സ്റ്റാൾ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും? ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ ആണ് നമ്മൾ ഇപ്പോഴും ഡീൽ ചെയ്യുന്നതെങ്കിൽ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷന്റെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്ത് ബ്രാഞ്ച് ടാർഗറ്റ് അഡ്രസ് ജനറേറ്റ് ചെയ്യുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും, ഡിലേ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കുക. നമ്മുടെ പ്രോസസ്സിന്റെ അകത്ത് n ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, I1, I2, I3 അപ് ടു IN. സോ അതിന്റെ അഡ്രസ് ലൊക്കേഷൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 1000, 1001, 1002, അങ്ങനെ 2000 വരെ ഇവിടെ കാണിച്ചിരിക്കുകയാണ്. അതിൽ I2 എന്ന ഇൻസ്ട്രക്ഷനെ നോക്കുക, അതൊരു അൺകണ്ടീഷണൽ ജമ്പ് ഇൻസ്ട്രക്ഷൻ ആണ്. അവിടെ ജമ്പിന്റെ ടാർഗറ്റ്, അല്ലെ എങ്ങോട്ടാണ് ജമ്പ് ചെയ്യേണ്ടത്, ബ്രാഞ്ച് ടാർഗറ്റ് എന്ന് പറയുന്നത് 2000 ആണ്. സോ ഇതിന്റെ മീനിങ് എന്താണ്? I2 എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അടുത്തതായി എക്സിക്യൂട്ട് ചെയ്യേണ്ടത് സീക്വൻഷ്യലി നെക്സ്റ്റ് വരുന്ന I3 അല്ല. ഇവിടെ I2 കഴിഞ്ഞ ഉടനെ നമ്മൾ നെക്സ്റ്റ് പോവേണ്ടത് ഇവിടുന്ന് ജമ്പ് ചെയ്ത് 2000 ലൊക്കേഷനിൽ വരുന്ന ഈ ഒരു ഇൻസ്ട്രക്ഷനെയാണ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഇവിടെ നോക്കുക, നമ്മൾ I1നെ ഫസ്റ്റ് ക്ലോക്ക് സൈക്കിൾ I1നെ ഫെച്ച് ചെയ്യുന്നു, സെക്കൻഡ് ക്ലോക്ക് സൈക്കിൾ I1ന്റെ ഡീകോഡിംഗ് സ്റ്റാർട്ട് ചെയ്യാണ്, അതോടൊപ്പം I2ന്റെ ഫെച്ചിങ്. തേർഡ് ക്ലോക്ക് സൈക്കിൾ വരുമ്പോൾ I1ന്റെ എക്സിക്യൂഷനും I2ന്റെ ഡീകോഡിങ്ങും. I2ന്റെ ഡീകോഡിങ്ങിനൊപ്പം നമ്മൾ നോർമലി എന്തായിരിക്കും ചെയ്യുന്നത്, അതിന്റെ സീക്വൻഷ്യലി നെക്സ്റ്റ് വരുന്ന I3യുടെ ഫെച്ചിങ് നടക്കും. ഓക്കെ, സോ I1 എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് I1നെ ഫെച്ച് ചെയ്യുന്നതോടൊപ്പം നമ്മൾ ഇവിടെ ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്ഡേറ്റിംഗ് PC വാല്യൂ, പ്രോഗ്രാം കൗണ്ടർ വാല്യൂ. I1നെ ഫെച്ച് ചെയ്ത ഉടനെ നമ്മൾ എന്ത് ചെയ്യും, നെക്സ്റ്റ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് I2 ആണെന്നുള്ള ഒരു ഐഡിയയിൽ നമ്മൾ എന്ത് ചെയ്യും, പ്രോഗ്രാം കൗണ്ടറിന്റെ വാല്യൂ 1001 അഡ്രസ് ഓഫ് I2 അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. സോ നെക്സ്റ്റ് ക്ലോക്ക് സൈക്കിൾ ആവുമ്പോൾ എന്താണ് ചെയ്യുന്നത്, PCയുടെ കറന്റ് വാല്യൂവിനെ ബേസ് ചെയ്ത് I2നെയാണ് ഫെച്ച് ചെയ്യുന്നത്. സോ അതുപോലെ I2നെ ഫെച്ച് ചെയ്യുന്നതോടൊപ്പം PCനെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാണ് വിത്ത് ദ അഡ്രസ് ഓഫ് നെക്സ്റ്റ് സീക്വൻഷ്യൽ ഇൻസ്ട്രക്ഷൻ I3. അതിന്റെ വാല്യൂ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ അടുത്ത ക്ലോക്ക് സൈക്കിളിൽ വരുമ്പോൾ I2ന്റെ ഡീകോഡിംഗ് തുടങ്ങും, അതോടൊപ്പം
പി സിയുടെ കറണ്ട് വാല്യൂവിനെ ബേസ് ചെയ്തിട്ട് I3 ഇവിടെ ഫെച്ച് ചെയ്യണം. ബട്ട് I2 ഡീകോഡിങ് കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് I2 ഈസ് എ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ. നെക്സ്റ്റ് I3 തന്നെ ആവണമെന്നില്ല എക്സിക്യൂട്ട് ചെയ്യുന്നത്. നമ്മൾ ഇവിടെ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷന്റെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് എക്സാക്ട് ബ്രാഞ്ച് ടാർഗറ്റ് ഏതാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യാണ്, ഓൾറെഡി ഇവിടെ ഫെച്ച് ചെയ്തിരിക്കുന്ന ഇൻസ്ട്രക്ഷനെ അതിന്റെ ഫെർദർ സ്റ്റേജിലോട്ട്, അതായത് അതിന്റെ ഡീകോഡിംഗ് സ്റ്റേജിലോട്ട് പോവത്തില്ല. ഇവിടെ നമ്മൾ ഡിലേ ബബിൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ദെൻ നമ്മൾ വെയിറ്റ് ചെയ്യാണ്. എത്ര ടൈം വെയിറ്റ് ചെയ്യണം? നമ്മുടെ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷന്റെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ ഇവിടെ നമ്മൾ വെയിറ്റ് ചെയ്യും. അതെവിടെയാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്? ഈ ഒരു ക്ലോക്ക് സൈക്കിളിലാണ്. എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ബ്രാഞ്ച് ടാർഗറ്റ് ഏതാണെന്ന് തീരുമാനിക്കുന്നത്. സോ അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? പ്രോഗ്രാം കൗണ്ടർ വാല്യൂവിനെ അപ്ഡേറ്റ് ചെയ്യാണ്. സോ ഈ ഇൻസ്ട്രക്ഷന്റെ എക്സിക്യൂഷൻ ഇവിടെ കംപ്ലീറ്റ് ചെയ്തപ്പോൾ ഓൾറെഡി പി സിയിൽ ഉണ്ടായിരുന്ന പ്രോഗ്രാം കൗണ്ടറിൽ ഉണ്ടായിരുന്ന 1002 അപ്ഡേറ്റ് ചെയ്ത് ബ്രാഞ്ച് ടാർഗറ്റ് അവിടെ പ്ലേസ് ചെയ്യാണ്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? സോ ഓൾറെഡി I3 ആയിരുന്നു ജസ്റ്റ് ഇവിടെ ഫെച്ച് ചെയ്ത് പ്ലേസ് ചെയ്തിരുന്നത്. ബട്ട് ഇപ്പൊ നമുക്കറിയാം ബ്രാഞ്ച് ടാർഗറ്റ് ഇതാണെന്ന്. സോ നമ്മള് 2000 അഡ്രസ് ലൊക്കേഷനിലെ ഇൻസ്ട്രക്ഷന്റെ ഫെച്ചിങ് അഗെയിൻ ചെയ്യുവാണ് ഇവിടെ ബേസ്ഡ് ഓൺ ദ എക്സാക്ട് ബ്രാഞ്ച് ടാർഗറ്റ് അഡ്രസ്. അതോടൊപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഓൾറെഡി ഇവിടെ ഫെച്ച് ചെയ്ത് വെച്ചിരുന്ന ഇൻസ്ട്രക്ഷന്റെ ഡീറ്റെയിൽ നമ്മൾ ഫ്ലഷ് ഔട്ട് ചെയ്യണം. അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല, അതായിരുന്നില്ല I3 ആയിരുന്നില്ല നമ്മുടെ ബ്രാഞ്ച് ടാർഗറ്റ്. 2000 ഇൻസ്ട്രക്ഷൻ ആയിരുന്നു നമ്മുടെ ബ്രാഞ്ച് ടാർഗറ്റ്. സോ അതിനെയാണ് നമ്മൾ ഫെച്ച് ചെയ്യേണ്ടത്. I3 ഫെച്ച് ചെയ്തിരിക്കുന്നത് ഇവിടെ യൂസ്ലെസ് ആയിപ്പോയി. ഓക്കെ, സോ നമ്മൾ അതിനെ ഫ്ലഷ് ഔട്ട് ചെയ്യുന്നു. ഇതിന് ഇപ്പോഴും ഫെച്ച് ചെയ്തിട്ടുള്ള ബ്രാഞ്ച് ടാർഗറ്റ് അഡ്രസ്സിലുള്ള ഇൻസ്ട്രക്ഷൻ ബേസ് ചെയ്തിട്ട് നമ്മൾ സ്റ്റേജസ് കണ്ടിന്യൂ ചെയ്യാണ്, പ്രൊസീഡ് ചെയ്യാണ്. സോ അതോടൊപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? ബ്രാഞ്ച് ടാർഗറ്റുള്ള ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്യുന്നതോടൊപ്പം പി സിനെ നമ്മൾ നെക്സ്റ്റ് അഡ്രസ്സിലോട്ട് അപ്ഡേറ്റ് ചെയ്യുന്നു. അവിടെയുള്ള ഇൻസ്ട്രക്ഷന്റെ ഫെച്ചിങ് ആണ് അടുത്ത ക്ലോക്ക് സൈക്കിളിൽ നടക്കുന്നത്. ഓക്കെ, ഇതാണ് കൺട്രോൾ ഹസാർഡ്സിനെ സോൾവ് ചെയ്യാനുള്ള വൺ ഓഫ് ദ സൊല്യൂഷൻ. ഇൻട്രൊഡ്യൂസ് പ്രോപ്പർ ഡിലേസ്. എപ്പോഴാണ് ഡിലേ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്? ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ ആണ് നമ്മൾ ഇപ്പോഴും ഫെച്ച് ചെയ്തതെങ്കിൽ നമ്മൾ ബ്രാഞ്ച് ടാർഗറ്റ് കിട്ടിക്കഴിയുമ്പോഴാണ് പ്രോപ്പർ ആയിട്ട് അടുത്ത ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്യേണ്ടത്. അതുവരെയുള്ള കേസ് ഡിലേ ആണ്. എപ്പോഴാണ് ബ്രാഞ്ച് ടാർഗറ്റ് അഡ്രസ് കിട്ടുന്നത്? ബ്രാഞ്ച് ഇൻസ്ട്രക്ഷന്റെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ മാത്രമേ നമ്മുടെ എക്സാക്ട് ബ്രാഞ്ച് ടാർഗറ്റ് ഏതാണെന്ന് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നെക്സ്റ്റ് ബ്രാഞ്ച് ടാർഗറ്റിലുള്ള ഇൻസ്ട്രക്ഷന്റെ ഫെച്ചിങ് ചെയ്യേണ്ടത്. സോ അതുവരെയുള്ള സ്റ്റേജസ് ഒക്കെ നമുക്കിവിടെ ഡിലേ ആണ്, സ്റ്റാൾസ് ആണ്. അതിനിടയ്ക്ക് നമ്മൾ ഏതെങ്കിലും അൺവാണ്ടഡ് ആയി ഫെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മൾ അതിനൊക്കെ ഫ്ലഷ് ഔട്ട് ചെയ്യണം. ഓക്കെ, സോ ഇതാണ് സ്റ്റാൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള സൊല്യൂഷൻ. ഇനി കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ആണ് ഡൈനാമിക് ബ്രാഞ്ച് പ്രഡിക്ഷൻ എന്ന് പറയുന്നത്. സോ ഇതിനു വേണ്ടി നമ്മൾ ചെയ്യുന്നത്, നമ്മുടെ പ്രൊസസ്സറിനോട് അടുത്ത് ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസ്, നമുക്ക് ക്യാഷ് മെമ്മറി ഒക്കെ അറിയാലോ, അതുപോലെ ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസ് നമ്മൾ കീപ്പ് ചെയ്യും. അതിനാണ് ബ്രാഞ്ച് ടേബിൾ ബഫർ BTB എന്ന് പറയുന്നത്. അതിന്റെ ഒരു സ്ട്രക്ചർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു സിമ്പിൾ സ്ട്രക്ചർ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതിൽ എന്തൊക്കെ ഫീൽഡ് ആണുള്ളത്? ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ അഡ്രസ് ഉണ്ടായിരിക്കും, അതുപോലെ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ അഡ്രസ്സിൽ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ബ്രാഞ്ച് ടാർഗറ്റ് അഡ്രസ്സിന് ഒരു ഫീൽഡ് ഉണ്ടായിരിക്കും, ദെൻ ഒരു പ്രഡിക്ഷൻ ഫീൽഡ്. ഓക്കെ, സോ ഇതെന്താണ്? നമ്മുടെ പ്രീവിയസ് എക്സാമ്പിളിനെ ബേസ് ചെയ്തിട്ട് ബ്രാഞ്ച് ഇൻസ്ട്രക്ഷന്റെ അഡ്രസ് എന്തായിരുന്നു? 1001 ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ വന്നിരിക്കുന്നത്. സോ ബ്രാഞ്ച് ടാർഗറ്റ് അഡ്രസ് ആയിട്ട് ഇവിടെ 2000 വന്നിട്ടുണ്ട്. ഓക്കെ, സോ അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ബ്രാഞ്ച് ഇൻസ്ട്രക്ഷന്റെ അഡ്രസ്സും ആ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ബ്രാഞ്ച് ടാർഗറ്റ് ആയിട്ട് വരാവുന്ന അഡ്രസ്സാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ദെൻ നമുക്ക് ഇവിടെ ഒരു പെർട്ടിക്കുലർ ഫീൽഡ് ഉണ്ട്, പ്രഡിക്ഷൻ വാല്യൂ. ഈ പ്രഡിക്ഷൻ വാല്യൂവിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ബ്രാഞ്ച് ടാർഗറ്റ് എന്താണെന്ന് തീരുമാനിക്കുന്നത്. ഇനി എങ്ങനെയാണ് ഈ പ്രഡിക്ഷൻ വാല്യൂ 0 ആവാം 1 ആവാം അതിനെ സെറ്റ് ചെയ്യുന്നത് എന്ന് കൂടെ നമ്മൾ ഇൻ ഡെപ്ത് പഠിക്കേണ്ട, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, നമ്മുടെ പ്രീവിയസ് എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ പ്രഡിക്ഷൻ വാല്യൂ സെറ്റ് ചെയ്യുന്നത്. പ്രീവിയസ് കേസിൽ നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ബ്രാഞ്ച് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് വരികയായിരുന്നെങ്കിൽ അപ്പോൾ
നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ പ്രഡിക്ഷൻ വാല്യൂ 1 ആയിട്ട് സെറ്റ് ചെയ്യുന്നു. അപ്പോഴെങ്ങോട്ടാണോ ജമ്പ് ചെയ്തിരുന്നത് അതാണ് ഇവിടെ ബ്രാഞ്ച് ടാർഗറ്റ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി പ്രീവിയസ് എക്സ്പീരിയൻസിൽ നമ്മുടെ ബ്രാഞ്ചിങ് കണ്ടീഷൻ ഫെയിൽ ആയി പോവുകയാണെങ്കിൽ നമ്മളിവിടെ പ്രഡിക്ഷൻ വാല്യൂ 0 ആണ് സെറ്റ് ചെയ്യുന്നത്. വേറെ ഒരു ടാർഗറ്റ് ലൊക്കേഷനിലോട്ടായിരിക്കും ജമ്പ് ചെയ്യേണ്ടത്. സോ ആ ഒരു ടാർഗറ്റ് ലൊക്കേഷന്റെ അഡ്രസ് ആയിരിക്കും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. സോ പ്രഡിക്ഷൻ വാല്യൂ എപ്പോഴും വരുന്നത് പ്രീവിയസ് എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തിട്ടാണ്. നമ്മളിങ്ങനെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കും. ഓരോ പ്രാവശ്യം നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോഴും നമ്മുടെ പ്രഡിക്ഷൻ സക്സസ് ആവുക അല്ലെങ്കിൽ ഫെയിൽ ആവുക അതിനെ ബേസ് ചെയ്തിട്ട് ഈ ടേബിൾ എൻട്രീസിനെ എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, സോ പ്രഡിക്ഷൻ സക്സസ് ആണെങ്കിൽ വിതൗട്ട് എനി ഡിലേ നമുക്ക് മാക്സിമം പെർഫോമൻസിലോട്ട് റീച്ച് ചെയ്യാൻ പറ്റും. ഇനി പ്രഡിക്ഷൻ ഫെയിൽ ആയി പോവുകയാണെങ്കിൽ എന്താണ് ചെയ്യുന്നത്, നമ്മൾ ഫെച്ച് ചെയ്ത് പോയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസിനൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, പൈപ്പ് ലൈനിൽ നിന്ന് ഫ്ലഷ് ഔട്ട് ചെയ്തിട്ട് എക്സാക്ട് ബ്രാഞ്ച് ടാർഗറ്റ് ഐഡന്റിഫൈ ചെയ്ത് നമ്മൾ ആ വാല്യൂസിനെ വീണ്ടും ഫെച്ച് ചെയ്ത് കൊണ്ടുവന്ന് എക്സിക്യൂട്ട് ചെയ്യണം. അതോടൊപ്പം നമ്മുടെ ഫെയിൽ ആയി പോയിട്ടുള്ള പ്രഡിക്ഷനെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണോ അതനുസരിച്ചിട്ടുള്ള അപ്ഡേറ്റ് ഈ ഒരു ബ്രാഞ്ച് ടേബിൾ ബഫറിൽ വരുത്തേണ്ടതായിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഒത്തിരി ഡെപ്തിൽ ഇതിന്റെ മാനിപ്പുലേഷൻ ഒന്നും പഠിക്കണ്ട. ഇങ്ങനെ ഒരു ടേബിൾ ബേസ് ചെയ്തിട്ട് നമുക്ക് കൺട്രോൾ ഹസാർഡ്സിനെ സോൾവ് ചെയ്യാൻ പറ്റുന്ന ഓർക്കുക. അതിന്റെ ഫീൽഡ് ഏതാണെന്ന് ഓർക്കുക. സോ ഇതിനെ നമ്മൾ എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തിട്ടാണ് പ്രഡിക്ഷൻ വാല്യൂ സെറ്റ് ചെയ്യുന്നത്. സോ ഈ ഒരു കാര്യം നോക്കുക. നമ്മുടെ പ്രീവിയസ് എക്സാമ്പിൾ I2 ആയിരുന്നു നമ്മുടെ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ. സോ ഫസ്റ്റ് ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്യുന്നു. സോ ഫെച്ച് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ബ്രാഞ്ച് ടേബിൾ ബഫറിന്റെ അകത്ത് ഈ അഡ്രസ്സ് I1ന്റെ അഡ്രസ്സ് എവിടെയെങ്കിലും മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കും. മാച്ച് ചെയ്യില്ല, ബിക്കോസ് നമ്മുടെ I1 ഒരു ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ ആയിരുന്നില്ല. ഇതിനകത്ത് കീപ്പ് ചെയ്യുന്നത് ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻസിന്റെ അഡ്രസ്സും അതിന്റെ ടാർഗറ്റ് അഡ്രസ്സും പ്രീവിയസ് എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ടാർഗറ്റ് അഡ്രസ്സും മാത്രമാണ്. അതോടൊപ്പം അതിന്റെ പ്രഡിക്ഷൻ വാല്യൂ. ഓക്കെ, പ്രഡിക്ഷൻ വാല്യൂ 0 ആവാം 1 ആവാം. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, I2 അടുത്ത ഇൻസ്ട്രക്ഷനെ അടുത്ത ക്ലോക്ക് സൈക്കിളിൽ ഫെച്ച് ചെയ്യുന്നു. നമുക്കറിയാം നമ്മുടെ എക്സാമ്പിളിൽ I2 ഒരു ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ ആയിരുന്നു. സോ ഇവിടെ എവിടെയെങ്കിലും നമ്മുടെ I2ന്റെ അഡ്രസ് ഉണ്ടായിരിക്കും. സോ I2നെ ഫെച്ച് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യും, I2ന്റെ അഡ്രസ് ഇവിടെ എവിടെയെങ്കിലും മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യും. മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ സോ അതിനെ ബേസ് ചെയ്ത് നമ്മുടെ ബ്രാഞ്ച് ടാർഗറ്റ് അഡ്രസ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യും. സോ അടുത്ത ക്ലോക്ക് സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ബ്രാഞ്ച് ടാർഗറ്റിലുള്ള ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്യാം വിതൗട്ട് ഇൻട്രൊഡ്യൂസിങ് എനി ഡിലേ. ഇവിടെ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷന്റെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ വെയിറ്റ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഈ ബ്രാഞ്ച് ടേബിൾ ബഫറിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് പ്രഡിക്ഷനെ ബേസ് ചെയ്തിട്ടുള്ള ബ്രാഞ്ച് ടാർഗറ്റ് അഡ്രസ് കിട്ടും. സോ അടുത്ത ക്ലോക്ക് സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബ്രാഞ്ച് ടാർഗറ്റിലുള്ള ഇൻസ്ട്രക്ഷനെ നമുക്ക് ഫെച്ച് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, സോ ഇതാണ് ഡൈനാമിക് ബ്രാഞ്ച് പ്രഡിക്ഷൻ ടെക്നിക്. ഇങ്ങനെ ഒരു ടേബിളിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷന്റെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ബ്രാഞ്ച് ടാർഗറ്റ് അഡ്രസ് ഗെറ്റ് ചെയ്യുന്നതും അവിടെയുള്ള ഇൻസ്ട്രക്ഷനെ തൊട്ടടുത്ത സൈക്കിളിൽ ഫെച്ച് ചെയ്യുന്നതും നെക്സ്റ്റ് ഓരോ സ്റ്റേജസ് പ്രൊസീഡ് ചെയ്യുന്നതും. ഇത് ഓർത്ത് വെക്കുക. ഓക്കെ, സോ ഇവിടെ വരുന്ന ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ഈ പ്രഡിക്ഷൻ പ്രീവിയസ് ഈ ഒരു ടേബിളിനെ ബേസ് ചെയ്തിട്ടുള്ള നമ്മുടെ ബ്രാഞ്ച് ടാർഗറ്റ് അഡ്രസ് എപ്പോഴും കറക്റ്റ് ആയിട്ട് വരണമെന്നില്ല. പ്രീവിയസ് കേസ് നെക്സ്റ്റ് കേസിൽ റിപ്പീറ്റ് ചെയ്യണമെന്നില്ല. സോ അങ്ങനെയുള്ള കേസിൽ നമ്മുടെ പ്രഡിക്ഷൻ ഫെയിൽ ആയി പോവുകയാണ്. സോ അങ്ങനെ ഫെയിൽ ആയി പോവുകയാണെങ്കിൽ നമ്മൾ ഇവിടെ ഫെച്ച് ചെയ്ത് വന്നിട്ടുള്ള ഇൻസ്ട്രക്ഷനൊക്കെ ഫ്ലഷ് ഔട്ട് ചെയ്യേണ്ടി വരും. ബ്രാഞ്ച് ഇൻസ്ട്രക്ഷന്റെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം എക്സാക്ട് ബ്രാഞ്ച് ടാർഗറ്റ് ഐഡന്റിഫൈ ചെയ്ത് നമ്മൾ വീണ്ടും ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്ത് പ്രൊസീഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, ബട്ട് നമ്മുടെ പ്രഡിക്ഷൻ കറക്റ്റ് ആയിട്ട് വരികയാണെങ്കിൽ വിതൗട്ട് ഇൻട്രൊഡ്യൂസിങ് എനി ഡിലേ നമുക്ക് നെക്സ്റ്റ് ക്ലോക്ക് സൈക്കിളിൽ തന്നെ ബ്രാഞ്ച് ടാർഗറ്റ് ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്ത് പ്രൊസീഡ് ചെയ്യാൻ പറ്റും. അതാണ് ഈ ഒരു മെത്തേഡ്.